വിവോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ V20 SE. ഈ ഫോൺ വരുന്നത് 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V20 SE എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സാധാരണ വിവോയുടെ ഫോണുകളിൽ കാണാറുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ. ഈ ഫോണിലും അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്രേറ്റ് ആൻഡ് കളർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 171 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. അതുപോലെ തന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.83 mm ആണ്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സും കുറഞ്ഞൊരു ഫോണാണിത്. അപ്പോൾ പലർക്കും ഈ ഒരു ഫോൺ മേടിക്കാനുള്ള ഒരു കാരണം ഇതായിരിക്കും, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം പല ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ ഈ ഫോണിൽ അതൊന്നും കൊടുത്തിട്ടില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 90.12% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിൽ വരുന്നുണ്ട്, അക്വാമറൈൻ ഗ്രീനും പിന്നെ ഗ്രാവിറ്റി ബ്ലാക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി നാർസോ 20 എന്ന ഫോണിലും ഇതേ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വിചാരിച്ചിട്ട് ഇത് അത്ര മോശമൊന്നും ആയിരിക്കില്ല. നോർമൽ ആക്ടിവിറ്റീസിനൊക്കെ വലിയ തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ വരുന്നുണ്ട്. നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ വലിയ തരക്കേടുണ്ടാവില്ല. പിന്നെ ഈ ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128 GB ഇന്റേണലും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് എന്നുള്ള ഒരു മോഡും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓവർ വൈഫൈ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും സൂപ്പർ നൈറ്റ് മോഡ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4100 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.099 ബോഡി സാർ വാല്യൂ വരുന്നത് 0.763 പിന്നെ ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 20,990 രൂപയാണ്. നവംബർ 3 മുതൽ ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വളരെ മികച്ചൊരു ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര മികച്ചൊരു സ്പെസിഫിക്കേഷൻ ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. എന്നാലും ഈ ഫോണിന് വെയിറ്റ് അത്യാവശ്യം കുറവാണ്. അതുപോലെ തന്നെ തിക്നെസ്സും അത്യാവശ്യം കുറവാണ്. ഇങ്ങനെയുള്ളൊരു ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വേറെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. പുറത്ത് ഷോപ്പുകളിൽ നമുക്ക് ഈ ഫോൺ സുഖമായിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.